വിളിച്ചത്? അണ്ണാ നിങ്ങൾ എന്തൊരു പരിപാടിയാണ് ഈ കാണിച്ച? ഈ നാട്ടുകാരോട് ഞാൻ എന്തോ പറയുവണ്ണ. നിങ്ങൾ എന്തോ കാര്യത്തിനാണ് വെള്ളത്തിനകത്തോട്ട് എടുത്ത് ചാടിയത്? അണ്ണാ നോക്കിക്കേ, നല്ല കൊടംപുളി ഇട്ട് വറ്റിച്ചു വെച്ച നല്ല ഒന്നാന്തരം മീൻകറി ഉണ്ട്. കേറി വാ. എന്നെ വിളിച്ചായിരുന്നാ? ആര് വിളിച്ചു? നീയല്ലേ പറഞ്ഞ കൊടംപുളിയിട്ട മീൻകറി കൊണ്ട് കയറി വാന്നാന്ന് പറഞ്ഞു. നിങ്ങളെയാണോ ഞാൻ വിളിച്ചത്? എന്റെ കെട്ടിയൊന്നാണ് ആ വെള്ളത്തിൽ കിടക്കുന്നത്. അങ്ങാരെയല്ലേ വിളിച്ചത്? നിങ്ങൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, പോയി തപ്പിയെടുത്തോണ്ട് വാ അങ്ങാരെ. കൊള്ളാം കൊച്ചേ, എന്നാണ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടാ? നിന്റെ പേരെന്തേര്? സീന. സീനെ, ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞാ ഫയർഫോഴ്സിന്റെ വണ്ടി വെറുതെ കിടക്കുന്നതിന് ജോലിയൊന്നും ഇല്ല, നിന്റെ മാപ്പിളെ പിടിച്ച് കിണറ്റിടാൻ പറഞ്ഞില്ലല്ലേ? പിന്നെ ആ മാതിരി സംസാരിക്കുന്നു, മനസ്സിലായില്ലേ? ഫയർഫോഴ്സ് പറയുന്നു, വിജയ് അനുസരിക്കുന്നു, അത്രമാത്രം. അല്ല വേറൊന്നുമില്ല സംസാരിച്ചേ. ഞാൻ ചോദിക്കട്ടെ, ഇവ എന്തിനാ എടുത്ത് കണ്ടിച്ചാടിയത്? അതൊന്നും അറിയാതാണോ അങ്ങാരുടെ കൂടെ എടുത്ത് ചാടിയത് നിങ്ങള്? അല്ല, അത് അറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്. എന്തിനു ചാടിയെന്ന് പറ. നല്ല ഒന്നാന്തരം ഒരു കരകാട്ടക്കാരനാ എന്നെ കെട്ടിയോ. കരകാട്ടക്കാരനായിരുന്നാ? പിന്നല്ലേ, ഇന്നലെ വെളുപ്പാങ്കാലത്ത് നല്ലൊരു കരകാട്ടത്തിന്റെ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ വന്നു കിടന്ന മനുഷ്യനാ. ഏതോ ഒരു സ്പോൺസർ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ലാലു, അടുത്ത 7 ദിവസം നിനക്ക് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന്. ഇത് പറഞ്ഞ പാതി പറയാത്ത പാതി ഇങ്ങനെ ഓടി വന്ന് എന്നോട് പറയുവാ, എടീ കണ്ടവന്റെ അടുപ്പിൽ പോയി ചാടി ചാവുന്നതിന് നല്ല അല്ലയോ നമ്മുടെ കിണറ്റിൽ വന്ന് വീഴുന്നെന്ന് പറഞ്ഞെടുത്ത് ചാടി. അല്ല, യവ എന്തിനാ അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേര്? അടുപ്പിലെടുത്ത് ചാടേണ്ട കാര്യം എന്തേര്? എന്റെ പൊന്നു ചേട്ടാ, വിറക് കൂട്ടി വെച്ച് കത്തിക്കുന്ന അടുപ്പിനകത്തല്ല, അല്ലേ അടുപ്പിച്ച് കരകാട്ടം ഉണ്ടെന്നാ പറഞ്ഞത്. കേട്ടത് മാറിപ്പോയി, ഇതിനകത്ത് എടുത്ത് ചാടി ചേട്ടാ. ഇങ്ങനെ ഉണ്ടാ മണ്ടന്മാര്. ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ അവിടെ കിടന്നു കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. നിന്നെക്കാട്ടിയോ കേട്ടി കിടക്കുന്നതിനാ നല്ലത്. മറിച്ച് അങ്ങോട്ടിട്ട് അവിടെ കിടക്കും, തിരിച്ച് ഇങ്ങോട്ടിട്ട ഇങ്ങനെ കിടക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യനായി കിടക്കുന്നത് കിടക്കട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് സഹിക്കുന്നില്ല അണ്ണാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വക പോലും കഴിച്ചിട്ടില്ല അണ്ണാ, ഒരു വക പോലും കഴിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കിണറ്റിൽ കിടന്ന് വെള്ളം കുടിച്ചോണ്ട് കിടക്കുന്നത് പിന്നെ എന്തോന്ന് കഴിക്കാനാ? അങ്ങനല്ല, പിന്നെ ഞാൻ നേരം വെളുത്ത് ഇത്രയും സമയത്ത് ഒരു വക പോലും കഴിച്ചിട്ടില്ല. അല്ല, പൊളിത്തിയ ഭാര്യ നല്ല കൊള്ളാന്തരായിരുന്നാലും പൊളിത്തിയ ഭാര്യ. എന്നെ ഭർത്താനോ നിങ്ങൾ പറഞ്ഞേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര സമയമായി? നിങ്ങൾ 2-3 മണിക്കൂറായോ ഇവിടെ കിടന്ന് തിരിഞ്ഞ് കറങ്ങുന്നല്ല? നിങ്ങൾ അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയോ? ഞാനൊരു ഓഫീസറാണ്. ഫയർഫോഴ്സ് പറയുന്നു, ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അല്ലാതെ ഒരു ഓഫീസറിന്റെ മുഖത്ത് കയറി സംസാരിക്കരുത്. ഞാൻ നിങ്ങൾ ശമ്പളം പറ്റിയല്ല കഴിയുന്നത്, അറിയാമോ? അങ്ങനെ ഒരു ഓഫീസറെ കയറി എന്തോന്ന് സംസാരിക്കുന്നത്? ഒരു മര്യാദ വേണ്ട. സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് പറഞ്ഞില്ലായിരിക്കും. അതല്ല, ജാതകത്തിൽ ചെറിയ വിഷയമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ആലോചന ഈ കിണറ്റി കിടക്കുന്നവന് മരിച്ചാ ഉണ്ടായില്ലെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് തങ്ങളെ ആലോചിക്കായി. ആലോചിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ഈ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണോ? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായൊന്നില്ല. ഇത് കണ്ട ആ കിടക്കുന്ന കാരവാനല്ല, ഫയർഫോഴ്സിന്റെ വണ്ടിയാണ്. എന്നിട്ടും മനസ്സിലായില്ലേ സ്ത്രീയെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് തിരിഞ്ഞടിക്കുന്ന വെള്ളത്തിലോട്ട് ചാടി സാറേ. നിങ്ങൾ ഈ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ആർത്താണ്? ഒരു ഓഫീസറിന്റെ മുഖത്തോട് നോക്കിയാണ് നിങ്ങൾ ആജ്ഞാപിക്കുന്നത്. എന്റെ മനുഷ്യ, ഇത്രയും സമയമായി നിങ്ങൾക്ക് അതിനകത്തൊന്ന് ഇറങ്ങി ചാടണം നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ അങ്ങനെ സംസാരിക്കും. ഈ കിണറ്റിനകത്ത് മൊത്തം കാറാണ്, കണ്ടാൽ കാട് പോലെ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങിയ വല്ല പുലിയെ കരടി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ഇല്ലാതാവൂലേ? വൃത്തിയായിട്ട് വർത്താനം അങ്ങനെ സംസാരിക്കുന്നത്. ഓഫീസർ മുമ്പ് സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് സംസാരിക്കണം. അതിന് മര്യാദ വേണമെന്ന് പറയും. മര്യാദ ഒരുമാതിരി പന്ന പറച്ചിലായി പോയി സാർ. ഞാൻ വിളിച്ചു വരുത്തിയതാ നിങ്ങളെ ഇങ്ങോട്ട്. ആണോ? അപ്പൊ നിങ്ങൾ വേണമായിരുന്നു അതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ പറയുന്നതിന് ഒരു നയം വേണ്ടേ? പറയുന്ന കാര്യത്തിന് നയം വേണ്ടേ? അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ട് നിങ്ങൾക്കല്ലയോ? അല്ല, അങ്ങനെ ചോദിക്കുകയും പറയാം. അതെന്തിനാ നമ്മളെ ഒരു കാര്യത്തിന്? സാറേ ചോദിക്കും സാറേ, എന്റെ കെട്ടിയോനെ ഈ വെള്ളത്തിൽ കിടക്കുന്നു, ഞാനോട് ചോദിക്കും സാറേ. മിസ്റ്റർ കാക്കിധാരി, 1962 ഫയർഫോഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഫയർഫോഴ്സ് വന്ന ശേഷം പൊതുജനത്തിന് സഹായം കിട്ടേണ്ടതാണ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് അധികാരമുണ്ട്, സർക്കാരുമായിട്ട് സംസാരിക്കാൻ അധികാരമുണ്ട്. അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അല്ല, ഞാനേ മറുപടി പറയാൻ അങ്ങനെ. സാർ ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ഇവിടെ അടുത്തൊരു കരകാട്ടക്കാരുണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് ഞാനാണ് വിളിച്ചു പറഞ്ഞത് അടുപ്പിച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ചായ നല്ല പാന്നല്ലേ ആട്ടേണ്ടത്. കഴിഞ്ഞ ആഴ്ച വെച്ച സെറ്റും അല്ല, ഇതങ്ങാണ് ഇളകി തെറിച്ചു പോയി. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുമോ? സാർ അങ്ങോട്ട് മറന്തി അയാള്. അപ്പൊ നിങ്ങളാണല്ലോ എന്റെ കെട്ടിയോനെ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ എന്റെ ഒറ്റ പേരിൽ അങ്ങാരിപ്പോ ഈ വെള്ളത്തിൽ കിടക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? കരകാട്ടക്കാരനാണോ വെള്ളത്തിൽ? പിന്നല്ലാതെ കരകാട്ടക്കാരനല്ലാതെ യവേന്ദ്രനാ ഈ കിണറ്റിയെടുത്ത് ചാടിയത്. ഇതിനകത്ത് ഇരുന്ന് കരകാട്ടം കളിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്യുന്ന തെറ്റാണ്. IP സെക്ഷൻ 320, IP സെക്ഷൻ 120, IPC സെക്ഷൻ 412 പ്രകാരം നിങ്ങൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരും. പിന്മാതിലൂടെയാണ് ഫയർഫോഴ്സ് കയറിയത് അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഇത്രയും നേരം സെക്ഷൻ പറയൂലേ, ഈ കെട്ടി കിടക്കുന്ന ആളിനെ എടുക്കുകയുള്ളൂ. ഇങ്ങനെ അതിനകത്തോട്ട് മുങ്ങിപ്പോയെന്നൊക്കെ പറയുമോ സാറേ? ഞാൻ എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഇറങ്ങി മൊത്തത്തിൽ തപ്പി നോക്കി. ആരും പോലും വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നത്
വന്നത് ആ വെള്ളത്തിൽ കൂടെ അങ്ങ് താന്ന് പോയതെന്നാണ് സംഭവം. മുങ്ങിപ്പോയത് വെള്ളത്തിൽ പോയാന്ന് എന്നാ വർത്താനം സാർ അയാള് പറഞ്ഞേ? എടാ എന്റെ കെട്ടിയവനെ പറ്റി തനിക്ക് അറിയാവോ? 10 വർഷം മുമ്പ് കന്നാസും കൊണ്ട് മീനച്ചിലാറ് നീന്തി കിടന്ന മനുഷ്യനാ എന്റെ കെട്ടിയവൻ. അയ്യോ അപ്പൊ കണ്ണ് നീറത്തില്ലേ? എന്തിനാ? കന്നാസും കൊണ്ട് മീനച്ചാറി കിടന്ന് നീന്തി എന്ന് പറഞ്ഞു. മീനച്ചാറ് നീന്തിയെന്നല്ല, മീനച്ചിലാറ് നീന്തി കിടന്ന മനുഷ്യനാ എന്റെ കെട്ടിയവൻ, അറിയാവോ? അല്ല സാറേ, ഞാന് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളീ കിണറ്റിൽ വീണ്ടും നമ്മുടെ ഒരു ഓഫീസിൽ സംസാരിക്കുന്ന ഒരു മര്യാദ വേണ്ടി. എത്ര വന്നു സാറേ ഇത്? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, വന്നപ്പോഴേ ആട്ടുന്നു 10 പവന. അണ്ണാ കേറി വേണ്ട, അണ്ണാ കേറി വേണ്ട. അണ്ണന്റെ സ്പോൺസർ താണ്ടണ്ണ 10 പവന്റെ സ്വർണ്ണമായിട്ട് വന്നേക്കുന്ന കേറി വേണ്ട ഇങ്ങോട്ട്. എന്നാലും എന്റെ എണ്ണം വൈകുന്നേരം 4 മണിയാവുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ 4 പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈയും ആയിട്ട് കേറി വരും. എന്നിട്ട് അത് മൊത്തം സിനിമോളെ നീ കഴിക്കെന്നും പറഞ്ഞ് എനിക്ക് തന്നിട്ട് അതിന്റെ കൂടെയുള്ള ഗ്രേവിയുടെ ആ കവറിന്റെ അറ്റം അങ്ങോട്ട് പൊട്ടിച്ച് അതും കുടിച്ചോണ്ടൊരു മൂലക്കിരിക്കുവോ മനുഷ്യൻ. അറിയാമോ എന്തിയാടാ എന്റെ പൊറോട്ട ചിക്കൻ കറി? എന്റെ പൊറോട്ട ചിക്കൻ കറി എന്തിയാണ വാങ്ങിച്ച താണ്ടാ എനിക്ക്. ഒരു ഭർത്താവിനുള്ള അമിത സ്നേഹമല്ലേ ഈ ഭാര്യയ്ക്ക്? ഇത് അമിത സ്നേഹമല്ലെന്ന് തോന്നുന്നേ. പൊറോട്ട കിട്ടാത്തതിന്റെ കൊതിക്കറിവാണ്. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല സാറേ എന്റെ അണ്ണൻ. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല. വെടലിയിലാണോ മീശ? അല്ല, സാധാരണ ആളിനെ പോലെ അല്ലെന്ന് പറഞ്ഞു. അതാണ് സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല എന്റെ അണ്ണൻ. 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ വൈകിട്ട് കുടുംബത്ത് വരും. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിങ്ങനെ അങ്ങ് ഇരിക്കും. എന്നിട്ട് എന്റെ തോളയിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് അണ്ണൻ അല്ലാതെ മനസ്സിലായില്ല. അത് മനസ്സിലായില്ല, സംഭവം മനസ്സിലായില്ല എനിക്ക്. സാധാരണ ഒരു ആണുങ്ങളെ പോലെ അല്ല എന്റെ അണ്ണൻ. 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ കുടുംബത്ത് വരും. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നങ്ങ് ഇരിക്കും. എന്നിട്ട് എന്റെ കൈ തോളയിലോട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ പെണ്ണിന് എന്തോന്ന് പറയണത്? സിനിമോളെ എന്താ സംഭവം? എന്താ സാധാരണ ഒരു ആണുങ്ങളെ പോലല്ല. സാധാരണ വീട് 7 മണിക്ക് ശേഷം കാര്യം പറ. 7 മണിയാകുമ്പോ കുടുംബത്ത് വരും. എന്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തോളയിലോട്ട് കൈ വെക്കും. സിനിമോളെ, നിങ്ങളെ വീട്ടിൽ വരുന്നതാണ് ഞാറക്കൽ വീട്, അല്ലാതെ ഞരക്കം വീടെന്നല്ലോ. 10 പേര് കേക്കത്തക്ക രീതിയിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറ. അണ്ണാ 7 മണിയാകുമ്പോ ഇങ്ങനെ കുടുംബത്തോട്ട് കയറി വരും. തോളയിലോട്ട് കൈ പിടിക്കും. എന്നിട്ട് എന്നോട് പറയും, എടി സിനിമോളെ ആ കൊട്ടൻ ചുക്കാതി എടുത്ത് എന്റെ മേലിലോട്ടൊന്ന് തിരുമടി എന്നും പറഞ്ഞ് കമന്നങ്ങ് കിടക്കുവണ്ണാ. എന്തിനാ 7 മണിക്ക് കയറി വരുന്നത്? ആളുകളെ വില കളയാൻ വേണ്ടി. എടാ എന്തിനാ കയറി വന്നിട്ട് കൊട്ടൻ ചുക്കാതി തിരുമാനാ? നീ അവിടെ തന്നെ കട കളിയാക്കുന്നു. നിങ്ങളൊരു ഉദ്യോഗസ്ഥനല്ലയോ? നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം വേണ്ടത്. ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രം. നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇത്രയും സമയമായില്ല ഒരാൾ വീണ്ടും. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ചിട്ടാവട്ടങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ താപനില അളക്കണം. താപനില? പിന്നെ ഇല്ലെങ്കിൽ വ്യാപ്തം അറിയണം. ഇതൊന്നും വേണ്ട. ഇതിന്റെ വെയിറ്റ് എങ്ങനെ നമുക്കൊന്നും അറിയണ്ടേ? സിനിമോളെ, കറക്റ്റ് ആയിട്ട് നമ്മളെ ഈ വെയിറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. വെയിറ്റ് എന്ന് പറഞ്ഞാ കഴിഞ്ഞ ഓണത്തിന് നല്ല കിടുക്കാച്ചി ഒരു മഞ്ഞ ഷർട്ട് വാങ്ങിച്ചായിരുന്നു. അതങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോക്കുണ്ട്. എന്തോ വെയിറ്റ് ആണെന്നറിയാവോ? അതാണാ പറഞ്ഞത്. നമ്മള് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അണ്ടിയാപ്പീസിലെ പോക്കുകളെ കുറിച്ച് ഇനി മേലെ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആളിന്റെ വെയിറ്റ് പറഞ്ഞു കൊടുക്കേ. ആളിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ഭർത്താവിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ? 88 88 90 92 ഇത് ഏതെങ്കിലും ഉറപ്പിച്ചാൽ കറക്റ്റ് ആയി വെയിറ്റ് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു കണക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, അത് പറ്റൂല. കറക്റ്റ് വെയിറ്റ് അത് പറ്റൂല എന്ന് പറയാൻ എന്താ കാര്യം? നിങ്ങൾ അത്ര കാര്യമൊന്നുമില്ല. ഈ ഫയർഫോഴ്സ് ഒന്നും വരുന്നതിന് മുമ്പ് സാധാരണക്കാരായ ആൾക്കാരാണ് ഈ കിണറ്റിലൊക്കെ ഇറങ്ങിയിരുന്നത്. പൂച്ച വീണാലും എന്തെല്ലാം കാര്യങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും കാര്യം വീണാൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കരമടച്ച പൈസ കൊണ്ടാണ് നിങ്ങളുടെ ഈ സേഫ്റ്റി, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, അതുവരെ നിങ്ങൾക്ക് തരുന്നത്. അറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ സംസാരിക്കണം. അങ്ങനെ അത്ര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രക്ഷപ്പെടുത്ത്. ഞാൻ രക്ഷപ്പെടുത്ത്. എനിക്ക് സേഫ്റ്റി ബെൽറ്റ് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും. നിങ്ങളെ കരമടച്ച സേഫ്റ്റി ബെൽറ്റ് താഴെ രക്ഷപ്പെടുത്തുന്ന എന്റെ തോളി കിടന്ന സാധാരണക്കാർക്ക് കിട്ടിയ അവസരം സാർ ഇറങ്ങണം. ഒരു മര്യാദ എന്ന് പറയുന്നത് മര്യാദ. ഒരു മനുഷ്യനെ കെട്ടി വിട്ട് ഇത്രയും സമയമായില്ലേ? ഞാൻ ഒരു കാര്യം പറയല്ലേ, ഈ മൂക്കിന് താഴെ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മൂക്കിന് താഴെ സിനിമയുടെ ഞാൻ ഒരു കാര്യം പറയാം. 4ാമത്തെ തൊടിയിൽ തെറ്റലാണ്. തെറ്റി അടിച്ച് തലയും കുത്തി താഴെ പോകും. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കേ ഈ കരമടച്ച പൈസ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ അവര് മേടിച്ചു, ശരിയാണ്. ആ പൈസ തന്നെ ശമ്പളമായിട്ട് കിട്ടുന്നത്. നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല, അവരല്ലേ ഇറങ്ങേണ്ട. സിനിമോളെ എന്റെ പൊന്നു സാറേ, നല്ല കൊച്ചു പിള്ളേർ ഇതിനകത്ത് വന്ന് ബോൾ വീഴുമ്പോ എടുത്തോണ്ട് പോയിക്കൊണ്ടിരുന്നതാ. അതിനകത്ത് തെറ്റലൊന്നും ഇല്ല. പിന്നെ ചിലപ്പോ സാറിന്റെ ഒരു പ്രായം വെച്ചിട്ടാണ് ചിലപ്പോ ഇറങ്ങാൻ. അതെന്തോ വർത്താനം പ്രായം വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ വയസ്സായാണ്. എന്റെ കൂട്ടുകാരൊക്കെ +2 ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യന്മാരാ.
നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഈ പായലാണ് കൊച്ചു പിള്ളേർ ഇറങ്ങുന്നത്, പിന്നെ നമുക്ക് ഇറങ്ങാനാണ്. ആറാം തൊഴിൽ ഭയങ്കരമായ ഒരു വങ്കുണ്ട്. വങ്ക വങ്കന്ന് പറഞ്ഞ ഓട്ട ദോരം. അതിനകത്തൊരു കരിമൂർക്കൈ. ഞാൻ ഇറങ്ങിയപ്പോ ഒരു ചീറ്റല് വെച്ചം തുപ്പുന്നതായിരിക്കും. അത് കാര്യമാക്കണ്ട. വെളുത്തുള്ളി ഇരിപ്പുണ്ട്. എല്ലാം എടുത്ത് വെച്ചേക്കണല്ലേ? വെളുത്തുള്ളി ഇരിപ്പുണ്ട്. നീ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷയാവൂലേ? എന്റെ പൊന്ന് സാറേ, അതിനകത്തോട്ട് ഇറങ്ങി ഒരു ചില്ല ഒടിച്ച് നീങ്ങനാക്കി പാമ്പങ്ങ് പൊക്കോളൂ. ഇറങ്ങ് സാറേ അങ്ങോട്ട്. നമ്മുടെ ധൈര്യം നമ്മളിപ്പോ കാണിച്ചു കൊടുക്കും. നമ്മൾ സിനിമയുടെ 8ാം തൊഴിൽ ഓക്സിജൻ ഇല്ലേ? ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ പിടഞ്ഞു വീഴും. സിനിമോളെ 4ാം ക്ലാസ് വെച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ബിനി സാർ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലെങ്കിൽ മരിക്കും. നമുക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല, പക്ഷെ ഓക്സിജൻ കഴിച്ചില്ലെങ്കിൽ മരിക്കും. ഉറപ്പാണ്. അപ്പൊ എടുക്കത്തില്ല. വേണ്ട, പുള്ളി തന്നെ എടുക്കട്ടെ. ഞാൻ തന്നെ എടുക്കുന്നത്. നിങ്ങളെല്ലാം എടുക്കാന്ന് പറഞ്ഞു നോക്കിയത്. പുള്ളിക്ക് പേടി. പുള്ളിക്ക് ഭയങ്കര പേടി. വെള്ളം കണ്ടപ്പോ പേടി പുള്ളിക്ക്. ഇത് നടക്കുകയല്ല സാറേ. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം പോയി. ഈ കിടക്കുന്ന ആരാന്നറിയാവോ? ഈ മനുഷ്യരെന്ന് പറഞ്ഞ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാ. ഒരു കുടിയില്ല, ഒരു വലിയില്ല, ഒരു തരത്തിലുള്ള ദുസ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യനാ സാറേ ഈ കിടക്കുന്ന. അറിയാവോ? ഇങ്ങാരുടെ കൂടെ ജീവിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെടുത്താം. നീ ഇറങ്ങും. ധൈര്യമായിട്ട് സാറാണോ? ഉറപ്പാണ്. ഇറങ്ങും. ഇതേ കണക്ക് തന്നെ കഴിഞ്ഞ ഞാൻ ജോലി കയറി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായി. വേറൊന്നുമല്ല, 4 പയ്യന്മാരോട് ടൂർ പോയി. കേട്ടോ സാറ് കേൾക്കണം. ഇത് ഒരു പയ്യൻ ഈ നീലമല എന്ന സ്ഥലത്തിന്റെ പേര് അഗാധമായ ഗർത്തത്തിൽ വീണു. നാട്ടുകാരും എല്ലാവരും പേടിച്ച് നിൽക്കുക. ഫയർഫോഴ്സിന്റെ പിറക്കെ നിൽക്കുക. ആർക്കും ഇറങ്ങാൻ വയ്യ. ക്യാമറ ഇളി കെട്ടി ഇറക്കലാന്ന് പറഞ്ഞു. ഊക്കനെ ഇറക്കി ഞാൻ ചെറുക്കനെ കെട്ടിപ്പിടിച്ച് പകുതിയോരെ വന്നപ്പോഴത്തേക്ക് ഇത് അങ്ങാട്ടും മുകളിൽ ഇങ്ങോട്ടും മുകളിൽ. ഞാൻ ഇവിടെ ലൂസടിടാന്ന് പറഞ്ഞു. ഒറ്റ വലി ഞാൻ കൊണ്ടുവന്ന് കിടത്തി. ഇപ്പൊ അവിടുത്തെ ആൾക്കാർ ഈ പയ്യന്മാർക്കിട്ട പേരാണ് നീലമല ബോയ്സ്. ഈ മഞ്ഞമൽ ബോയ്സുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചതേ, ഈ നീല മാറി അത് മഞ്ഞയാണെങ്കിൽ ചിലപ്പോ അതടിക്കും. അതുമായിട്ട് ബന്ധമില്ല. അങ്ങനെ സാറേ കഥ പറഞ്ഞത് മതി സാറേ. അകത്ത് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തി. നിനക്ക് ഞാൻ വാക്ക് ഞാൻ രക്ഷപ്പെടുത്താം. കുഴപ്പമൊന്നുമില്ല, ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇതിന് വേറെ കാര്യങ്ങളുണ്ട്, കുറെ ചടങ്ങുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും പ്രാർത്ഥിക്കണം. ഈ കയറ് രണ്ടുപേരും പിടിക്കണം കേട്ടോ. പ്രാർത്ഥന. ഭഗവാനെ കാന്താര കണ്ടായിരുന്നല്ലേ? കണ്ടായിരുന്നു. അതായത് ഞാനേ വിലപ്പിച്ച് പിടിച്ചോണ്ടേ. എന്റെ ജീവൻ നിങ്ങളെ കയ്യിലാണ്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മള് 2 പേരാണ്. വിട്ടുപിടിക്കണോ അല്ലേ സാറേ? ഒന്ന് ഞാൻ ലൂസടി നിർമ്മാ വലിച്ചു കേട്ടണം. ലൂസടി. എന്തോ പോക്കാ ഇത് പോയത്. അനക്കമില്ല, ആവിയില്ല. ഇത് തുരങ്കത്ത് വീണ പോലെ ഒരു സൗണ്ട്. തുരങ്കം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. സാറേ, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ച ഒരു കിണറായത്. ഈ കിണറിന്റെ അടിയിൽ ബ്രിട്ടീഷുകാർ ആയുധം കടത്താൻ വേണ്ടിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഞാനും കൂടെ കിണറ്റി വീണിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാറേ, ഈ തുരങ്കം അവസാനിക്കുന്ന എവിടെന്നറിയാമോ? എവിടെ? ഈ വാറ്റുകാരൻ രാജുവിന്റെ അവിടെ. ആ ജംഗ്ഷനിലെ തുരങ്കം അവസാനിക്കുന്നേ. വാറ്റുകാരൻ രാജു. താങ്കളുടെ ഭർത്താവ് എന്തൊക്കെ ചെയ്യില്ലെന്ന് പറഞ്ഞു? കുടിയില്ല, വലിയില്ല, ഒരു ദുസ്വഭാവം ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നെ കെട്ടിയവൻ. അപ്പൊ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ തുരങ്കമല്ല. നിന്റെ ഭർത്താവ് വാറ്റുകാരൻ രാജുവിന്റെ അവിടെ പോകാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തുരങ്കമാണത്. അപ്പൊ ഞാൻ അങ്ങനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? രാജുവിന്റെ അടുത്ത് പോയാൽ അവിടെ കാണും. സാറേ, ഇതിനകത്ത് ഭയങ്കരമായ തുരങ്കമുണ്ട്. അതൊക്കെ പറഞ്ഞ് ക്ലൈമാക്സ് ആയി.